ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ലുലുവിലാണോ ഉള്ളത്. ഇപ്പോൾ ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ അവിടുത്തെ സപ്ലിമെന്റ്സിന്റെ ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പർപ്പസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജിമ്മിൽ യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ഉണ്ട്, അതല്ലാണ്ട് കുട്ടികളും മുതിർന്നവരൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ ഹെൽത്ത് സപ്ലിമെന്റ്സ് വരും. അപ്പോൾ ഇതേപോലത്തെ സംഭവങ്ങൾ ഇങ്ങനത്തെ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നെല്ലാം ഇഷ്ടംപോലെ ആളുകൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് നോട്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു കോർ പർപ്പസ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഇരിക്കുന്നൊരു മെയിൻ ഐറ്റം ആണ്, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എന്ന് പറയേണ്ട ആകെ കുറച്ച് സപ്ലിമെന്റ്സ് ആണ് വേ പ്രോട്ടീൻ ലെവലിൽ നോക്കുമ്പോൾ ഉള്ളൂ. അതിനകത്ത് ഒന്നാണിത്. ഇതിപ്പോൾ ഐസോ പവർ ഗോൾഡ് വേ ആണ്, SN ന്യൂട്രീഷൻ്റെ. ഇതിന് വില വരുന്നത് ഏകദേശം 3600 രൂപയാണ്. നമുക്ക് ഇതിന്റെ സെർവിങ് നോക്കിക്കഴിഞ്ഞാൽ 32 ഗ്രാം സെർവിങ്ങിനകത്ത് 26 ഗ്രാം പ്രോട്ടീൻ, ഐസൊലേറ്റ് പ്രോട്ടീൻ വരുന്നത്. ഇത് അത്യാവശ്യം ഹൈലി പ്രൈസ്ഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് കോമഡി എന്ന് വെച്ചാൽ ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വേ കോൺസെൻട്രേറ്റ് ഉണ്ട്, സെയിം കമ്പനിയുടെ തന്നെ SN ന്യൂട്രീഷൻ്റെ ഐസോ പവർ 100% വേ. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേ കോൺസെൻട്രേറ്റ് ആണ് വരുന്നത്. 32 ഗ്രാം സെർവിങ്ങിൽ 23 ഗ്രാം ആണ് പ്രോട്ടീൻ വരുന്നത്. ഇതിന്റെ വില വരുന്നത് 3300 രൂപ ഒരു കിലോയ്ക്ക് കേട്ടോ. രണ്ടും 1 കിലോ ആണ്. ഇതിനകത്ത് ഒരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം പ്രോട്ടീൻ റേഷ്യോ വരുന്ന പ്രൊഡക്ട്സ് ഈ 3200 രൂപയ്ക്ക് അല്ലാതെ 1000, 1200 രൂപയ്ക്ക് ആമസോണിലൊക്കെ കിട്ടും. നമുക്കറിയാം പല ബ്രാൻഡ്സിൻ്റെയും. ഇത് ഗോൾഡും ഇതുമായിട്ടുള്ള ഡിഫറൻസ് വെറും 300, അതായത് 3600 രൂപ ഐസൊലേറ്റിനും 3300 രൂപ കോൺസെൻട്രേറ്റിനും. സോ ആ ഡിഫറൻസ് നമുക്ക് അങ്ങനെ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതൊരു കുറച്ച് എന്താ പറയുക, ഒരു തട്ടിപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ഡിഫറൻസ് ആണ്. കാരണം ഐസൊലേറ്റിനും കോൺസെൻട്രേറ്റിനും അങ്ങനെ അത്രയും ചെറിയ ഡിഫറൻസ് വന്നാൽ പോരാ. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു വേ പ്രോട്ടീൻ സപ്ലിമെന്റ് എന്ന് പറയുന്നത് മസിൽ ബ്ലേസിന്റെ വേ ഗോൾഡ് ആണ്. വേ ഗോൾഡ് വരുമ്പോഴത്തേക്കും നമുക്ക് 2 kg പാക്കാണ് വരുന്നത്. 2 kg പാക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ റേറ്റ് 6500 രൂപയാണ് ഇവിടെ റേറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ സെയിം സംഭവം 5500 അല്ലെങ്കിൽ 5600 രൂപയ്ക്ക് ന്യൂട്രാബേ പോലുള്ള വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. സോ കുറച്ച് ഹൈലി പ്രൈസ്ഡ്, അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്. ബട്ട് നമുക്കിതൊരു ഓഫ്ലൈൻ സ്റ്റോർ ആണ്. സോ അതുകൊണ്ട് പ്രൈസ് ഇത്രയും ചെറിയൊരു ഡിഫറൻസ് വരാം. സോ അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാം. പിന്നെ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്, പാക്കിംഗ് ക്വാളിറ്റി. നമ്മൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് സപ്ലിമെന്റ്സിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതിന്റെ പാക്കിംഗ് ക്വാളിറ്റി ആയിരുന്നു. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ പാക്കിംഗ് ക്വാളിറ്റി ഭയങ്കര ശോകമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് തന്നെ നോക്കിക്കന്നെ അറിയാം. പിന്നെ ഒരു നമുക്ക് പണ്ട് നമ്മൾ ലോക്കൽ ജിമ്മുകളിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, മീൻസ് ചെറിയ ചെറിയ ജിമ്മുകളിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നമുക്ക് ട്രെയിനേഴ്സൊക്കെ തന്നുകൊണ്ടിരുന്ന പഴയ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്ന ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ട്. സോ അതിനേക്കാളും കുറച്ച് ക്വാളിറ്റി കുറവായിട്ട് തോന്നി ഇതിന്റെ പാക്കിംഗ് കണ്ടപ്പോൾ. ഓഫ് കോഴ്സ് ഇത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് മലപ്പുറത്താണ് ഇതിന്റെ മാനുഫാക്ചറിങ് വരുന്നത്. സോ ഇത് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് ചീത്തയാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല, പക്ഷെ പാക്കിംഗ് വളരെ ശോകമായിട്ട് തോന്നി. പിന്നെ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇതിന്റെ സാമ്പിൾ പാക്ക് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു അനുഭവത്തിൽ വെച്ച് എനിക്കിത് അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇനിയാണ് ഇതിനകത്തുള്ള കുറച്ച് മെയിൻ ഐറ്റംസ്. ഇതാണ് നമ്മുടെ ഞാൻ ഈ വീഡിയോക്കകത്ത് ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഇത് പ്രോട്ടീനെക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. പ്രോട്ടീനെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ പ്രൊഡക്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ 34 ഗ്രാം ആണ് 100 ഗ്രാമിനകത്ത് പ്രോട്ടീൻ വരുന്നത്.
അപ്പോൾ ഇത്രയും പ്രോട്ടീൻ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രോട്ടീനാണ് ഒരു ഇതേപോലത്തെ ആളുകൾക്ക് യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ് എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ. ഇനി ഇതിനകത്തുള്ള ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ സൈഡിലേക്ക് നോക്കിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും സ്കിമ്മഡ് മിൽക്ക് പൗഡർ, മാൽട്ടോഡെക്സ്ട്രിൻ, സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ്. ഇതാണ് ഫസ്റ്റത്തെ 3 ഇൻഗ്രീഡിയൻസ്. സ്കിമ്മഡ് മിൽക്ക് പൗഡർ നമുക്ക് ഒഴിവാക്കാം. മാൽട്ടോഡെക്സിൻ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു ഷുഗർ തന്നെയാണ്. പിന്നെ വരുന്ന ഇതിന്റെ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് സോയ് പ്രോട്ടീൻ ആണ്. ഇവർ ഈ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയുന്നത് ആക്ച്വലി സോയ് പ്രോട്ടീൻ ആണ്. സോയ് പ്രോട്ടീൻ സയന്റിഫിക്കലി നോക്കുമ്പോൾ ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അല്ല. ഇതേപോലെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഇവിടെ വേറെ ഉണ്ട്. നമുക്ക് വേറെ നോക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ, അതായത് ഇവർക്ക് ഫ്രണ്ടിൽ എന്ത് വേണമെങ്കിൽ എഴുതി വെക്കാം, അത് സത്യമാവണമെന്നില്ല. പക്ഷെ നമ്മൾ കാണുന്നത് ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളായിരിക്കും, നമ്മൾ വായിക്കുന്നത് അതായിരിക്കും. ഇനിയിപ്പോൾ നോക്കിയാൽ എൻഷോറിന്റെയും ഇതുപോലുള്ള ഒരു ഹെൽത്ത് സപ്ലിമെന്റ് ആണ് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതായത് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉപയോഗിക്കുന്ന സ്ട്രെങ്ത്തിനും ഇമ്മ്യൂണിറ്റിക്കും എല്ലാം നല്ലതെന്ന് പറയുന്ന ഒരു ഹെൽത്ത് സപ്ലിമെന്റ് ആണ്. ഇതിനകത്തേക്ക് നോക്കിയാൽ ഇതിനകത്ത് പ്രോട്ടീൻ്റെ അളവ് നോക്കിയാൽ സ്ലൈറ്റ്ലി കുറവാണ്. 15.10 ആണ് ഇതിനകത്ത് പ്രോട്ടീൻ വരുന്നത്. 100 ഗ്രാമിലാണിത്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് സ്കിമ്മിഡ് മിൽക്ക് പൗഡറും സൂക്രോസും മാൽട്ടോഡെക്സ്ട്രിനും എഡിബിൾ വെജിറ്റബിൾ ഓയിൽ, അത് സൺഫ്ലവർ ഓയിൽ, സോയ ഓയിലൊക്കെ. ഒരിക്കലും ഒരു ഹെൽത്ത് സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന എഡിബിൾ ഫാറ്റ്, ഈ പറയുന്ന വെജിറ്റബിൾ ഫാറ്റ് ഒട്ടും നല്ലതല്ല. സോയ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഹൈലി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു രീതിയിലും നമ്മുടെ സ്ട്രെങ്ത്തിനും ഇമ്മ്യൂണിറ്റിനും ബെറ്റർ ആകാൻ പോകുന്നില്ല. പിന്നെ മാൽട്ടോഡെക്സ്ട്രിനും പിന്നെ ഈ പറയുന്ന സൂക്രോസ് ഒക്കെ ഷുഗറാണ്. സോ ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസത്തിനെ ബാഡ് ആക്കുന്ന സാധനങ്ങളാണ്. ഇനി എൻഷുറിന് തന്നെ ഹൈ പ്രോട്ടീൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഐറ്റം നോക്കുക. ഇതിനകത്ത് മസിൽ മാസ്, ഫാറ്റ് മെറ്റബോളിസം ഒക്കെ ഇമ്പ്രൂവ് ആക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. പല സ്റ്റഡീസിലും പല ഫേമസ് അല്ലാത്ത, അതായത് ഫേമസ് ആക്കാത്ത എന്ന് പറയുന്നതായിരിക്കും ശരി, അതിനകത്ത് പറയുന്നുണ്ട് ഈ വെജിറ്റബിൾ ഓയിൽസ് അങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാഡാണെന്ന്. ഇതിലേക്ക് നോക്കിയാൽ 30 ഗ്രാമോളം പ്രോട്ടീൻ വരുന്നുണ്ട് 100 ഗ്രാം സർവിങ്ങിനകത്ത്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാം സ്കിമ്മിഡ് മിൽക്ക് പൗഡറും മാൽട്ടോഡെക്സിനും സോയ് പ്രോട്ടീനും. നിങ്ങൾ നോക്കുക, സോയ് പ്രോട്ടീൻ ആണ് ഇതിനകത്തും ഇവർ ആഡ് ചെയ്യുന്ന പ്രോട്ടീൻ. എന്തുകൊണ്ട് സോയ് പ്രോട്ടീൻ ആഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായതുകൊണ്ടല്ല, അത് പ്രോട്ടീൻ്റെ എന്താ പറയുക നമ്പേഴ്സ്, ആ കൗണ്ട് കാണിക്കുന്നത് കൂട്ടി കാണിക്കാനും, അതുപോലെ ഏറ്റവും ചീപ്പായിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോട്ടീനാണ് ഈ സോയ് പ്രോട്ടീൻ. പ്രത്യേകിച്ച് സോയ് പ്രോട്ടീൻ കഴിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. വെറുതെ നിങ്ങളുടെ ക്യാഷ് കളഞ്ഞുള്ള ഹെൽത്ത് കളയാന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പഠിച്ചതും എനിക്ക് മനസ്സിലായതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇതാണ് ഓൾമോസ്റ്റ് ഒരു രീതി നോക്കുമ്പോൾ സത്യം. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഇവിടെ ഇപ്പോൾ എൻഷുറിൻ്റെ ഡയബറ്റീസ് കെയർ എന്നുള്ള സംഭവം നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോട്ടീൻ 20 എബോവ് പ്രോട്ടീൻ ഉണ്ട്. വില വരുന്നത് 925 രൂപ, 925 റുപ്പീസാണ് വരുന്നത്. നോർമലിൻ്റെ റേറ്റിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റ് ഉണ്ട്. ഇനി ഇതിനകത്ത് എന്താണ് എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പാക്കിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്, വളരെ ചെറിയ രീതിയിലുള്ള കണ്ടൻസ് വ്യത്യാസം. ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാൽട്ടോഡെക്സ്ട്രിൻ ആണ് ഡയബറ്റീസ് കെയറിലുള്ള മെയിൻ സാധനം, മാൽട്ടോഡെക്സ്ട്രിൻ. ദെൻ കാൽഷ്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഐറ്റംസ് ഉണ്ട്. സെയിം എഡിബിൾ വെജിറ്റബിൾ ഫാറ്റ്, വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലെ ഫുഡ് റെഗുലേഷൻസിന്റെ കാര്യങ്ങളൊക്കെ ഒരു കണക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഫുഡിനകത്ത് ഈ സാധനങ്ങളെല്ലാം വളരെ കൂടുതലുള്ളത്. നിങ്ങൾക്കത് നോർമൽ ചോക്ലേറ്റ്സ് എടുത്ത് നോക്കിയാൽ പോലും അറിയാൻ പറ്റും, കിറ്റ്കാറ്റ് പോലുള്ള സാധനങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും അറിയാൻ പറ്റും. ദുബായ് അല്ലെങ്കിൽ ഫുഡ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രീസിനകത്ത് ഈ പറയുന്ന അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഇത് നമ്മൾ ഹെൽത്തി ആണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം നന്നാക്കും എന്ന് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ഹെൽത്തും കൂടെ പോകും. കുട്ടികൾക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന സാധനമാണ് ഇതൊക്കെ. പീഡിയാഷുവർ 7+, നിങ്ങൾ നോക്കുക, ഇതിനകത്തും ഏകദേശം സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. ഇതിനകത്ത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഇവർ എഴുതിയിട്ടുണ്ട്. ഇവർക്ക് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് ഫ്രണ്ടിലിങ്ങനെ എഴുതുന്നതിന് ഒരു രീതിയിലുള്ള പ്രശ്നമില്ല. 11 ഗ്രാമാണ് പ്രോട്ടീൻ വരുന്നത് 100 ഗ്രാം സർവിങ്ങിൽ. ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ മാൽട്ടോഡെക്സിനും സ്കിമ്മിഡ് മിൽക്ക് പൗഡറും സൂക്രോസും ഫ്രക്ടോ ഒളിഗോസാക്കറൈഡ്സ് കഴിഞ്ഞു, ഫ്ലേവറിങ്സിലേക്ക് എത്തി. സോ ഇതിനകത്ത് നിന്ന് എവിടെ നിന്നാണ് ഈ 15 ഗ്രാം പ്രോട്ടീൻ എന്ന് വെച്ചാൽ മേ ബി മിൽക്ക് സോളിഡ്സ് നിന്നായിരിക്കാം, അല്ലാതെ വേറൊന്നും ഇൻഗ്രീഡിയൻസിന്റെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇല്ല. അതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. കൈൻഡ് ഓഫ് രീതി നോക്കുമ്പോൾ മിൽക്ക് പ്രോട്ടീൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ബാക്കി ഈ താഴത്തേക്ക് കിടക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെറുതെ നമ്മുടെ ബോഡീനെ ഹാംഫുൾ ആക്കുന്ന സാധനങ്ങളാണ്.
കോംപ്ലാൻ ബൂസ്റ്റ് ബോൺവിറ്റിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ബിക്കോസ് ഒത്തിരി ഷുഗറുള്ള അൺഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അതൊക്കെ. വല്ലപ്പോഴൊക്കെ കഴിക്കാം, ഒരു രുചി, ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലാതെ ഇതൊരു ഹെൽത്ത് സപ്ലിമെൻ്റ് ഡയറ്റ് ഡെയിലി കഴിക്കുന്നതിൽ ഒരു കാര്യമില്ല. മദേഴ്സ് പ്ലസ്, ഹോർലിക്സിൻ്റെ മദേഴ്സ് പ്ലസ് ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മദേഴ്സ് പ്ലസ് ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ 22 ഗ്രാമാണ് പ്രോട്ടീൻ കാണിച്ചിരിക്കുന്നത്. ബാക്കി നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഈ പ്രോട്ടീൻ്റെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എവിടെയാണ്. അതെ, ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മിൽക്ക് സോളിഡ്സ് ആണ് 75% വരുന്നത്. ഡയറ്ററി ഫൈബർ ആണ്, അതായത് വീറ്റ്, വെറും നമുക്ക് ആവശ്യമില്ലാത്ത സാധനം. പിന്നെ വരുന്നതാണ് എഡിബിൾ ഫാറ്റ് പൗഡർ എന്ന് പറയുമ്പോഴത്തേക്കും സൺഫ്ലവർ ഓയിലും കോൺ സോളിഡ്സും നമുക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത സാധനമാണ് ഇതൊക്കെ. വളരെ അൺഹെൽത്തി ആയിട്ടുള്ള, പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റ് നിലനിന്ന് പോകാനും ഇവർക്ക് ലാഭം ഉണ്ടാക്കാനും ഈ സാധനങ്ങൾ ആഡ് ചെയ്തേ ഇവർക്ക് പറ്റത്തുള്ളൂ. എന്നാൽ അത് നമുക്ക് എത്രത്തോളം അൺഹെൽത്തി ആക്കുന്നു എന്നുള്ളത് ഇവരുടേതായ രീതിയിലുള്ള കുറേ ലൂപ്പ് ഹോൾസും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർ അതിനെയൊക്കെ കവറപ്പ് ചെയ്ത് നമ്മളെ കൊണ്ട് തീറ്റിക്കുന്നു. ഇതൊന്നും അറിയാതെ അഡ്വർടൈസ്മെന്റ് കണ്ട് നമ്മളത് വാങ്ങിച്ച് കഴിക്കുന്നു. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതുപോലുള്ള കമ്പനികളെ പറ്റി നമ്മൾ നെഗറ്റീവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ലീഗലി കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്. നിങ്ങൾക്ക് ഡയബറ്റീസ് കെയറിലേക്ക് നോക്കി കഴിഞ്ഞാലും മദേഴ്സ് പ്ലസിലേക്ക് നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റും ഏകദേശം സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. മിൽക്ക് സോളിഡ്സ്, ഡയറ്ററി ഫൈബർ, ഇവിടെ നോക്കിയാലും മിൽക്ക് സോളിഡ്സ്, ഡയറ്ററി ഫൈബർ, പിന്നെ അത് എഡിബിൾ ഫാറ്റ് പൗഡർ, INS 305, 471, അങ്ങനെ കുറേ എക്സ്ട്രാ കെമിക്കൽസും ഇതിനകത്തുണ്ട്. സോ ഇതൊന്നും ഒരിക്കലും റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് ഒരു രീതിയിൽ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ഇതൊരു ഹെൽത്ത് സപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെന്റ്സിന്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ റേറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഒന്ന്, ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ആയിട്ട് നമുക്ക് അവിടെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. വളരെ കുറച്ച് ബ്രാൻഡ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഉണ്ടായിരുന്ന ബ്രാൻഡ് ആണെങ്കിൽ പോലും നമ്മളതിനെ കേട്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ബ്രാൻഡായിരുന്നു. ആൻഡ് അതിന്റെ റേറ്റിലേക്ക് നോക്കുമ്പോഴും ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈൽ യൂസ് ചെയ്യുന്ന ഹെൽത്ത് സപ്ലിമെന്റ്സ്, അതിന്റെ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മളൊരു പ്രോബ്ലം ആയിട്ട് കാണുന്നത്. വേറെ നല്ല ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, പല പല ബ്രാൻഡിന്റെ. അതിനകത്ത് ഒരു ബ്രാൻഡിനെ നമ്മൾ എന്താ പറയുക താഴ്ത്തി പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് നോക്കി തന്നെ കാണാൻ പറ്റും. നമ്മളൊരു സപ്ലിമെന്റ് യൂസ് ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ഡയറ്റിനകത്ത് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ന്യൂട്രിയന്റ് കിട്ടാത്തപ്പോഴാണ് നമ്മൾ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നീഡ് വരുന്നത്. സപ്ലിമെന്റിന്റെ ആവശ്യം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ്റെ ഒരു ഗുഡ് സോഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന പ്രൊഡക്റ്റിനകത്തുള്ള പ്രോട്ടീൻ ഒരിക്കലും ഒരു ഗുഡ് സോഴ്സ് അല്ല. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കണ്ട ഒന്നിലും ഒരു ഗുഡ് സോഴ്സ് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ല. അതുപോലെ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന അവർ പുറമെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹെൽത്ത് സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ ഇതേപോലെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് നമുക്ക് ആ ഒരു സപ്ലിമെന്റിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതിനകത്ത് പുറമെ അവർ കാണിച്ചിരുന്ന അഡ്വർടൈസ്മെന്റ് മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പ്രോട്ടീൻ ഒരു ന്യൂട്രിയൻ്റ് ആയിട്ട് എടുക്കുക. ആ പ്രോട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ്റെ ഒരു ഗുഡ് സോഴ്സിൽ നിന്നായിരിക്കും നമുക്ക് പ്രോട്ടീൻ കിട്ടേണ്ടത്. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഇല്ലാന്നല്ല. ബാക്കി ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. INS 350 അത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇമ്യൂണിഫയറും കുറേ സബ്സ്റ്റൻസുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മെറ്റബോളിസം തന്നെ ഭയങ്കരമായിട്ട് ബാഡായിട്ട് എഫക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓൾവേസ് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ഇതുപോലുള്ള ബാഡായിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. നമുക്ക് റിയൽ ഫുഡിൽ നിന്ന് കിട്ടുന്ന അത്രയും ബെനിഫിറ്റ് എന്തായാലും ഇതുപോലെ സപ്ലിമെന്റ്സിന് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഇൻഗ്രീഡിയൻസിനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം പ്രൊഡക്റ്റ് ചൂസ് ചെയ്യും.